ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സിജി ബിജു ആണ്. പുതുതായിട്ട് കാണുന്ന സ്റ്റുഡൻസ്, യൂട്യൂബ് വഴിയിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമ്മൾക്ക് 2:30 ആപ്പ് വഴിയിട്ട് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വഴികളാണ്. ഏകദേശം 20-25ഓളം വഴികൾ നമ്മൾ ഇന്ന് പറയുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ പിന്നീട് അത് എടുത്തൊന്ന് അപ്ലൈ ചെയ്യാമല്ലോ. അത് നമ്മൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടം പോലെ ഡേറ്റാസ് ഓരോ ദിവസവും റിസീവ് ചെയ്യുന്നത് കൊണ്ട് ഏതിനെ അക്സെപ്റ്റ് ചെയ്യണം, ഏതിനെ റിജക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ കുറെ ഇങ്ങനെ കേട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് അറിവ് കൂടുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾക്കത് വർക്കിംഗ് ആണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ എഴുതി വെക്കണം. എഴുതി വെച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് കോൺഷ്യസ്ലി നമ്മൾക്ക് പുതിയൊരു ന്യൂറൽ പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ ബെറ്റർ ആണ്. അതുകൊണ്ടാണ് ഈ എഴുതുന്ന സംഭവം കൃത്യമായിട്ടൊരു 21 ഡേയ്സ് ഒക്കെ ആയി കഴിയുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ന്യൂറോൺസ് നമ്മുടെ ബ്രെയിനിൽ എന്താവും, ആക്ടിവേറ്റ് ആവും. അത് നമ്മൾക്ക് പിന്നെ എന്തായിട്ട് മാറും, നമ്മൾ അതിനനുസരിച്ച് ആക്ഷൻസ് എടുക്കും. പിന്നീട് അതിനനുസരിച്ച് അതൊരു ഹാബിറ്റ് ആവും. ഹാബിറ്റ് ആയതിനു ശേഷം അത് നമ്മളുടെ ക്യാരക്ടർ ആവും. ഇങ്ങനെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സംഭവം ഓരോ വ്യക്തികളിലും പുതിയ ശീലങ്ങൾ തുടങ്ങി കൊണ്ടുവന്നത് അപ്ലൈ ചെയ്ത് നമ്മുടെ ഒരു സ്വഭാവമൊക്കെ ആയി വരാൻ വേണ്ടിയിട്ട് ഒരു 66 ദിവസം, അതായത് ഏകദേശം ഒരു 21x3 എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ട് ആ ഒരു പുതിയ ന്യൂറൽ പാത്ത് നമ്മുടെ, അതായത് ആരുടെയും ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് തുടങ്ങണമെങ്കിൽ എത്ര ദിവസം വേണം എന്നാണ് പറയപ്പെടുന്നത്? 66 ദിവസം. ഇതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യും? മനഃപൂർവ്വം 1-2 ദിവസമൊക്കെ ബ്രേക്ക് ഒക്കെ ആവുകയും ചെയ്യും. പക്ഷെ നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്താവും? അത് ചെയ്യാതിരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് മാറും. അതായത് ഇപ്പൊ നമ്മള് പണ്ട് മുതലേ വരുന്നൊരു സ്വഭാവമാണ്, എല്ലാത്തിനും നമ്മളങ്ങ് പൊട്ടിത്തെറിക്കുവാണ്. പെട്ടെന്നൊരു ദിവസം നമുക്ക് ആ ഒരു സ്വഭാവം മാറ്റണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമോ? ഇല്ല. അതിനും ഇങ്ങനെ 66 ദിവസം അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഇങ്ങനെ പെരുമാറും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ഒക്കെയാണ് നമ്മളുടെ എന്ത് മാറ്റാൻ പറ്റുന്നത്? നമ്മുടെ ആ ക്യാരക്ടർ മാറ്റാൻ പറ്റുന്നത്. ഓക്കെ. അപ്പം അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ എല്ലാ ദിവസവും നമ്മളുടെ മൈൻഡ്, പിന്നെ ശരീരത്തിന് ഫുഡ് കൊടുക്കുന്നത് പോലെ നമ്മളുടെ മനസ്സിനും ഫുഡ് കൊടുക്കണം. അതിനാണ് ഈ സെൽഫ് ഹെൽപ്പ് ബുക്ക് പോലെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ വായിക്കണം എന്നൊക്കെ പറഞ്ഞത്. ഒരു 20 പേജ് ഒക്കെ, ഒരു അത്യാവശ്യം നിങ്ങൾക്ക് അത്രയും പറ്റിയിട്ടില്ലെങ്കിലും ഒരു 5 പേജെങ്കിലും മിനിമം ഒരു ദിവസം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബുക്സുകൾ കൃത്യമായിട്ട് വായിക്കണം. എന്നാലേ നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാവത്തുള്ളൂ. ഇനി അത് വായിക്കാൻ പറ്റാത്തവർ യൂട്യൂബിനകത്ത് ഉള്ള മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ കേട്ടാലും കുറച്ചൊക്കെ നമുക്ക് ഡെവലപ്പ് ആവും. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ നമ്മൾക്ക് ആന്തരികമായിട്ട് ഒരു ഐഡിയാസ് ഒക്കെ ഉണ്ടായി നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ ആക്റ്റീവ് ആവണമെങ്കിൽ എന്ത് വേണം? കൃത്യമായിട്ടും നമ്മുടെ മനസ്സിന് വേണ്ട പോഷകങ്ങളുള്ള ബുക്കുകൾ, സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ അതിനനുസരിച്ച് നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ഇതിനെല്ലാം എന്താണ്? ഒരു തുടക്കം വേണം. അത് തുടക്കം മാത്രം പോരാ, നമ്മളുടെ ഒരു വലിയൊരു ഗോൾസ് നമ്മൾക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സ്ട്രാറ്റജിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ ഇതിനെല്ലാം ഫസ്റ്റ്ലി വേണ്ടത് എന്താണ്? സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയണം. അതായത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു തീജ്വാല ഉണ്ടായെങ്കിൽ മാത്രമേ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു സംഭവം എങ്ങനെയാണ് എന്നതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അതായത് ആദ്യമേ തന്നെ നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റണം. നമ്മുടെ ഓരോ വ്യക്തികൾക്കും ഓരോ ഗോൾസ് ആയിരിക്കും. ശില്പയ്ക്കുള്ള ഗോൾ ആയിരിക്കത്തില്ല ധനുഷയ്ക്ക് ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, നിമിഷയുടെ ഗോൾ ആയിരിക്കത്തില്ല സുദീപിനുള്ളത്, അതായിരിക്കത്തില്ല ചിഞ്ചുവിനുള്ളത്. അങ്ങനെ ഇങ്ങനെ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മളുടെ ലക്ഷ്യം അനുസരിച്ച് നമ്മൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മളെ പ്രോഗ്രാം ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണം നമ്മൾ കണ്ടെത്തി നമ്മുടെ പെർസ്പെക്റ്റീവ് അതിനനുസരിച്ച് മാറണം. അതായത് അതുമായി ബന്ധപ്പെട്ട വിജയിക്കത്തില്ല എന്ന് നമ്മളോട് പറയാൻ 100 കണക്കിന് ആൾക്കാർ കാണും. പക്ഷെ വിജയിക്കുമെന്ന് നിന്നോട് പറയാൻ നീ മാത്രം മതി. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ പെർസ്പെക്റ്റീവ്, നമ്മളുടെ ഗോൾസുമായി ബന്ധപ്പെട്ട് ഇതെനിക്ക് എങ്ങനെയായാലും നേടിയെടുക്കാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഓരോ നിമിഷവും നമ്മുടെ മൈൻഡിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇട്ട് കൊടുക്കണം.
മനസ്സിലായോ? അതൊരു പോയിന്റ് തന്നെയാണ്. അല്ലാതെ വെളിയിൽ നിന്ന് വന്ന് ആരും നമ്മളെ തയ്യാറാക്കി കൊണ്ടുപോകത്തില്ല. നമ്മൾ തന്നെ നമ്മുടെ ഗോൾസിലേക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മുന്നോട്ടേക്ക് പോകണം. അപ്പൊ അവിടെ നമുക്ക് തടസ്സങ്ങളൊക്കെ വരും. അപ്പൊ അവിടെ നമുക്ക് വരുന്ന ഒരു സംഭവമാണ് പരാജയങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഡൗൺ ആയി പോകും. അപ്പൊ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കണം. എന്താണ് ഈ പരാജയങ്ങൾ എന്ന് പറയുന്ന സംഭവം? താൽക്കാലികമാണ്. ഇറ്റ്സ് നോട്ട് പെർമനന്റ്. മനസ്സിലായോ? അപ്പൊ അതിനനുസരിച്ച് പരാജയങ്ങളിൽ നിന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പൊ നമ്മൾ പരാജയങ്ങൾ വന്നോട്ടെ, കുഴപ്പമില്ല. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ പരിശ്രമിച്ചു എന്നിട്ടാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ എപ്പോഴും എന്തായിരിക്കണം, ഒരു ജ്വലിക്കുന്ന അഗ്നിയോടൊപ്പം വേണം നിങ്ങളത് പിടിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതിന്റെ ബുദ്ധി നന്നായിട്ട് പ്രവർത്തിപ്പിക്കണം. മനസ്സിലായോ? അതായത് നിങ്ങളുടെ ലക്ഷ്യം അത്രത്തോളം ഇന്റൻസിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം ആഗ്രഹം അതിനകത്ത് കൊടുത്തു, അതിനനുസരിച്ച് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് മാറ്റി. പരാജയങ്ങൾ വരുമ്പം തളരാതെ എന്ത് ചെയ്യണമെന്ന് നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് അതൊരു താൽക്കാലികമല്ല എന്നിട്ടുള്ള രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി രണ്ടാമതായിട്ട് നിങ്ങളുടെ മൈൻഡിന് മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സെൽഫ് ഹെൽപ്പ് പോലെയൊക്കെയുള്ള ബുക്കുകൾ വായിക്കണം എന്ന് പറഞ്ഞു. അതും ഒരു പോയിന്റ് ആണ്. ഇനി എന്ത് ചെയ്യണം? നിങ്ങളുടെ ആ ഒരു ഉള്ളിലുള്ള വിശ്വാസത്തെ നിങ്ങൾ എന്നെ കൊണ്ട് പറ്റും, അവരെ കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടും പറ്റും എന്നുള്ള രീതിയിൽ അവരുടെ വിജയത്തിൽ നിന്ന് നമ്മൾ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കി നമ്മുടെ മനസ്സിനോട് എന്ത് ചെയ്ത് കൊടുക്കണം, നമ്മൾ അതിനെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അതായത് നമ്മളങ്ങ് ഫോഴ്സ് ചെയ്യണം. നമ്മുടെ മൈൻഡിനെ ജസ്റ്റ് ഒന്ന് ചൂട് പിടിപ്പിച്ച് കൊടുത്താൽ മതി, അത് നമുക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും. അത്രത്തോളം പവർഫുൾ ആണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. ഈ മൈൻഡ് കൊണ്ട് നമ്മളെ തളർത്താനും പറ്റും, ഉയർത്താനും പറ്റും. ഒരു വാക്കുകൊണ്ട് ഉയർത്താൻ പറ്റുന്നു പറയുന്നത് പോലെ നിനക്ക് നല്ല കഴിവുണ്ട് എന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി പറയുമ്പോൾ നിങ്ങൾക്ക് ആ ദിവസം ഒരു പ്രത്യേക എനർജി ഉണ്ടാവത്തില്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ നന്ന രീതിയിൽ എനിക്കിത് പറ്റും, എനിക്കിത് നേടണം എന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹം, നിങ്ങൾ ഒരു ദിവസം മാത്രം പോലെ എല്ലാ ദിവസവും, നമ്മൾ എല്ലാ ദിവസവും ഫുഡ് കഴിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മളുടെ മനസ്സിന് എന്നും എന്ത് വേണം? ഈ ഡയറ്റുകളും ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡുകൾ. ആ ന്യൂട്രീഷൻ ഫുഡാണ് മനസ്സിന്റെ ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ബുക്കുകളിൽ നിന്നുള്ള അറിവുകളും നമ്മുടെ ഗോൾസ് റിലേറ്റ് ചെയ്തിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ചരിത്രങ്ങളും അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അവരെന്തൊക്കെ റിസ്കുകൾ എടുത്തു, അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് ആ മൈൻഡിന് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മൾക്ക് പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് ആക്ഷൻ എടുക്കാൻ വേണ്ടിയുള്ള ഫ്യൂവലായിട്ട് ഈ സംഭവത്തിനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല നമ്മളിപ്പം ഒരു ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ അതിനടിയിൽ ഗ്യാസോ അല്ലെങ്കിൽ തീയോ ഒക്കെ കത്തിക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾക്കൊരു കാര്യം പുതുതായിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾക്ക് അതിനൊരു ത്വര വേണം. അതിനെയാണ് എന്ത് പറഞ്ഞത്, നമ്മൾ ആന്തരികമായിട്ട് ഒരു ഫ്യൂവൽ കൊടുക്കണം. അതിന് പറ്റും. അതുകൊണ്ടാണ് ഈ മോട്ടിവേഷൻ ഒക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ശരീരത്തിൽ ഒരു എനർജി ഉണ്ടാവത്തില്ല. ആ എനർജിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാവരും പറയും മോട്ടിവേഷൻ കേൾക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് നാളൊക്കെ മോട്ടിവേഷൻ കേൾക്കാതിരിക്കും. നോ, നെവർ. എല്ലാ ദിവസവും നമ്മൾ പല്ല് തേച്ച് വൃത്തിയാകുന്നത് പോലെ തന്നെയാണ് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന സംഭവം കൊണ്ട് ഒന്നും നേടാൻ പറ്റത്തില്ലെങ്കിലും ഒരു ചൂട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മൾക്ക് ഇവിടെ നിന്ന് എണ്ണിച്ച് ഒരു സാധനം അപ്പുറത്തേക്ക് പോയി എടുക്കണമെങ്കിൽ നമ്മൾക്കൊരു ആക്റ്റീവ് ആയിരിക്കണം. ആ ഒരു എനർജി വേണം. ആ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മോട്ടിവേഷൻ ആയാലും ഈ സെൽഫ് ഹെൽപ്പ് ബുക്കുകളായാലും നമ്മൾ റീഡ് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ്, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വിളറും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ആരാണ്? അയ്യപ്പ അല്ല, കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് പോലെ. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ ഫീൽഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് ആക്ടിവേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അതായത് ഓരോ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ല നല്ല ഐഡിയാസ് കിട്ടും. അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടതായിരിക്കും. അതായത് എല്ലാ കാര്യങ്ങളും കഥ പോലെ വായിക്കണമെന്നല്ല പറയുന്നതിന്റെ അർത്ഥം. പകരം എന്താണ്, ഈ പറഞ്ഞിരിക്കുന്നത് പോലെ അതിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള കോർ കണ്ടന്റ് മാത്രം. ഇപ്പൊ ചില ആൾക്കാർ, ഇപ്പൊ നിങ്ങളൊരു ബുക്കൊക്കെ വായിച്ചു കഴിയുമ്പോൾ അതിനകത്ത് നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചില കോഴ്സുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇടാറില്ലേ? അപ്പൊ അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറച്ചുകൂടെ എനർജി കിട്ടും. നമ്മൾ APJ ഒക്കെ പറയുന്നത് പോലെ നമ്മൾ ഉറങ്ങുമ്പം കാണുന്നതല്ല സ്വപ്നം, നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. ഇതൊക്കെ വായിച്ച് കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മളുടെ ഉള്ളിൽ നമുക്കും അതുമായിട്ട് നമ്മുടെ ഗോൾസുമായിട്ട് കണക്ട് ചെയ്ത ഒരു എനർജി കിട്ടും. അല്ലെങ്കിൽ ഒരു പുതിയൊരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ പുതുതായിട്ട് നമുക്ക് കുറച്ചും കൂടെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പരാജയത്തിൽ നമ്മുടെ മൈൻഡ് സെറ്റിനെ ഒന്ന് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഷനെ മാറ്റാൻ പറ്റും. അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ എന്തായാലും കിട്ടും.
അല്ലെ? ഇനിയും അതുപോലെ തന്നെ അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ സിറ്റുവേഷനെ എന്ത് ചെയ്യണം? പലരുടെയും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കറണ്ട് സിറ്റുവേഷനെ അവരെ എന്ത് ചെയ്യത്തില്ല, അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. മനസ്സിലായി? അതായത് നമ്മൾക്കിപ്പം നല്ല രീതിയിൽ പഠിക്കാനുള്ള സാഹചര്യമില്ല, നമ്മളുടെ ഹസ്ബൻഡ് നല്ല രീതിയിലല്ല നമ്മളോട് പെരുമാറുന്നത്. അക്സെപ്റ്റ് ദ റിയാലിറ്റി. നമ്മൾ അല്ലാതെ കുറെ അഫോർമേഷനും വിഷ്വലൈസേഷനും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താണോ നമ്മളുടെ സിറ്റുവേഷൻ, നല്ലതായിക്കോട്ടെ ചീത്തതായിക്കോട്ടെ, നമ്മൾക്ക് ഇത്ര കഴിവേ ഉള്ളൂ, ചിലരെ സംബന്ധിച്ച് മാത്സ് അറിയത്തില്ല, ചിലരെ സംബന്ധിച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ പാടായിരിക്കും, ഓർ എന്തും ആയിക്കോട്ടെ, നമ്മളുടെ റിയാലിറ്റി എന്താണ് അത് നമ്മൾ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. അതിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ മാറി ചിന്തിക്കാം എന്നിട്ടുള്ളത് അടുത്ത പോയിന്റ്. മനസ്സിലായി? ഈ അക്സെപ്റ്റൻസ് ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾക്ക് ഈ എന്ത് വരുന്നത്, നമ്മളോട് തന്നെ ഒരു ദേഷ്യം വരുന്നതിന് പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്ന കേൾക്കുന്ന ഒരു ഭർത്താവ് ആയിരിക്കത്തില്ല, മേ ബി ഒരു അമ്മായിയമ്മ ആയിരിക്കത്തില്ല. നമ്മൾ അവരുടെ സ്വഭാവത്തിന് അങ്ങനെ ആവുക. എല്ലാ വ്യക്തികളും യുണീക്ക് ആണ്. നമ്മളുടെ ആ ഒരു ഇത് വെച്ചിട്ട്, കൺസെപ്റ്റ് വെച്ചിട്ട് ആ വ്യക്തിയെ നമ്മൾ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായി പോകും? പല വ്യക്തികളെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ആവും. അതുകൊണ്ടാണ് കുടുംബത്തിലൊക്കെ ഇത്രയും അധികം വഴക്കുകൾ വരുന്നത്. അവരെങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുക. ഈ അക്സെപ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് അവരെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് എക്സ്പെക്ടേഷൻസ് വരും. ആ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് നമ്മൾ ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും. അവർ എന്തെങ്കിലും വ്യത്യാസം വരുമോ? നിങ്ങളോട് പറയും ഇനി അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവരത് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് താങ്ങാൻ പറ്റത്തില്ല. ആര് ഡൗൺ ആയിക്കൊണ്ടിരിക്കും ഈച്ച് ആൻഡ് എവറി സെക്കൻഡ്? നിങ്ങൾ വീണ്ടും വീണ്ടും അവരെ പ്രതീക്ഷിച്ച് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും എത്ര ഭയങ്കര സ്നേഹമാണെങ്കിലും അവിടെ നമ്മളൊരു ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്ത് പോകണം എന്ന് പറയുന്നത്. മനസ്സിലായി? എല്ലാ വ്യക്തികളും നമ്മൾക്ക് ഈ ഒരു ലൈഫിൽ മാത്രമാണ് ആ വ്യക്തികളുമായിട്ട് ഒരു ഫാമിലി റിലേഷൻഷിപ്പ് ഉള്ളത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത് ഈ ഒരു ജന്മത്തേക്ക് മാത്രം വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു കോൺട്രാക്ട് ആണ് അത്. അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അല്ലാതെ നമ്മളിപ്പം നമ്മൾ സ്നേഹിക്കുന്നത് പോലെ അവർക്ക് സ്നേഹിക്കാൻ അറിയത്തില്ല. അവരുടെ ഉള്ളിലുള്ള പ്രോഗ്രാം വേറെയാണ്. അവർ ഡിഫറെന്റ് സിറ്റുവേഷനിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അവരുടെ അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവരുടെ അമ്മയും അച്ഛനും അവരുടെ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? അവര് ഓട്ടോമാറ്റിക്കലി അവരിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സുപ്രഭാതത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. അവര് മാറുന്നതായിട്ട് അഭിനയിക്കും. പക്ഷെ ഒരു ദിവസം നിങ്ങൾ അവരുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് ആയി പോകും. നിങ്ങളുടെ മെന്റലി നിങ്ങൾ ഡൗൺ ആയി പോകുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ളവരിൽ ഒരു പ്രതീക്ഷയും വെക്കാതെ സ്വന്തം ലൈഫിനെ മുന്നോട്ടേക്ക് പോയി സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം എന്ന് പറയുന്നതിന്റെ ആന്തരിക അർത്ഥം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു വ്യക്തികളും, അതായത് ഓരോ വ്യക്തികളും, അപ്പൊ ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയാം. ഒരു വ്യക്തി ഓഫീസിൽ ചെന്നിട്ട് ഭയങ്കര നല്ല സ്വഭാവമാണ്. അപ്പൊ നമ്മളൊക്കെ നാട്ടുകാരും പറയും, അവരുടെ ഓഫീസിലുള്ളവരും പറയും നല്ല സ്വഭാവമാണ്, ഇതുപോലെ ഒരു നല്ല മനുഷ്യനെ പറ്റിയിട്ടാണോ ഇങ്ങനെ പറയുന്നത്? ഒറിജിനൽ സ്വഭാവം കാണണമെങ്കിൽ എവിടെ വരണം? സ്വന്തം വീട്ടിൽ വരണം. അല്ലെ? അവരുടെ മക്കളോടും ഭാര്യയോടും അച്ഛനോടും അമ്മയോടും ഒക്കെ പെരുമാറുന്നത് അറിയുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ എന്ത്? അവരുടെ ഒറിജിനൽ. നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാരും എന്താണ്? നമ്മുടെ വെളിയിൽ കാണിക്കുന്ന സ്വഭാവമാണോ നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമ്മൾ കാണിക്കുന്നത്? ഒരിക്കലും അല്ല. എല്ലാവരും സമൂഹത്തിന് മുൻപിൽ നല്ല ഒരു ക്ലീൻ ഇമേജ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ അങ്ങനെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ പല പല മുഖംമൂടികൾ എടുത്തിടും. അതല്ല ഒരിക്കലും അവരുടെ ട്രൂ നേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നമ്മള് മറ്റുള്ളവരിൽ എക്സ്പെക്ടേഷൻ വെക്കരുത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാള് പിന്നെ നല്ല ഒരു, അതായത് നിങ്ങളെ വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളെ ഇപ്പൊ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചില്ല. അപ്പൊ നമുക്ക് എന്ത് തോന്നും? എന്നാലും അവരെന്നെ വിളിച്ചില്ലല്ലോ, നമുക്ക് അത്രയ്ക്കുള്ള കഴിവില്ലാഞ്ഞിട്ടായിരിക്കും, അല്ലെ എനിക്ക് ജോലി ഇല്ലാഞ്ഞിട്ടായിരിക്കും. നമ്മളൊരു 150 എക്സ്ക്യൂസുകൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരത്തും. പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നം ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഈ ആൾക്കാരെ വിളിക്കുവോ? ഇല്ല. ഇങ്ങനെയാണ് മനുഷ്യരുടെ ഈഗോസ് വർക്ക് ചെയ്യുന്നത്. ആ വ്യക്തികൾ വിളിക്കാഞ്ഞത് അവരുടെ വിവരമില്ലായ്മ. നമ്മൾ അവരോടൊപ്പം അവര് പെരുമാറുന്നത് പോലെ നമ്മളും പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എനർജി ലെവൽ എന്തായി പോകും? അവരോടൊപ്പമായി താന്നു പോകും. മനസ്സിലാവുന്ന പറയുന്ന കാര്യം? അതായത് നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നത് പോലെ മറ്റുള്ളവർ ചെയ്യണം. അതൊരിക്കലും നമ്മൾക്ക് കിട്ടത്തില്ല എന്ന റിയാലിറ്റിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക.
ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും എന്നാലും നിങ്ങൾ വിചാരിക്കും എന്നാലും ഞാൻ അവരുടെ എത്രയൊക്കെ പ്രശ്നങ്ങൾ കേൾക്കുന്നതാണ്, എന്റെ ഒരു പ്രശ്നം പറയാൻ വിളിച്ചപ്പോ അവർക്ക് താല്പര്യമില്ല. നമ്മുടെ കൂട്ടല്ല അവര്. ആ ഒരു റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്യുക. ഒരിക്കലും നമ്മൾക്ക് തുല്യമായിട്ട് മറ്റൊരു വ്യക്തിനെ നമ്മൾ കാണരുത്. എല്ലാവരുടെയും ഡിഫറെന്റ് ഫ്രീക്വൻസി ലെവലാണ്. അല്ലെങ്കിൽ നമ്മൾ പറയും ഒരേ വൈബുള്ള ആൾക്കാർ വേണം ഈ അതാവാൻ വേണ്ടിയിട്ട്. എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു പന്ന വൈബ്, അല്ലെ തന്ത വൈബാണ്, അമ്മ വൈബാണ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ പറയത്തില്ലേ എന്ന് പറയുന്നത് പോലെ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഒരു മൂല്യമുണ്ട്. നമ്മൾ ഈ ലൈഫിൽ എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് നമ്മൾക്കൊരു സോൾ വാല്യൂ ഉണ്ട്. ആ വാല്യൂവിന് പല ആൾക്കാരും എതിരായിട്ട് നിൽക്കുമ്പോഴാണ് അവരോട് നമ്മൾക്ക് ദേഷ്യം തോന്നുന്നത്. ശരിയല്ലേ? അതായത് നിങ്ങളുടെ മൂല്യങ്ങൾക്കൊത്ത് അവർ പ്രവർത്തിക്കാതെ വരുമ്പം ചിലപ്പോൾ നിങ്ങൾ നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും, അവർ പറയുന്നത് മൊത്തം നാക്കെടുത്താ കള്ളേ പറയത്തുള്ളൂ, എങ്കിൽ നമ്മൾക്ക് ആ വ്യക്തിയോട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പറ്റത്തില്ല. അത് അവരുടെ നേച്ചറാണ്, അത് മാറ്റാൻ നമ്മളെ കൊണ്ടും പറ്റത്തില്ല. മനസ്സിലായോ? ഈ ലോകത്ത് ആർക്കും ആരെ കൊണ്ടും ഒന്നും മാറ്റാൻ പറ്റത്തില്ല. അവരവർ സ്വന്തമായിട്ട് മാറ്റണം എന്ന് തുനിഞ്ഞ് ഇടപെട്ടെങ്കിൽ മാത്രമേ അവരവർക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇൻഫ്ലുവൻസ്, നമ്മൾക്കൊരു വ്യക്തിയിൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റും. അത് അവര് തീരുമാനിക്കണം അവര് മാറണോ വേണ്ടയോ എന്ന്. അല്ലാതെ എന്റെ ഭർത്താവിനെ മാറ്റാനോ എന്റെ ഭർത്താവിന്റെ ഫോൺ അഡിക്ഷൻ മാറ്റാനോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞ കാര്യമില്ല. ആ വ്യക്തി തീരുമാനിക്കണം ആ വ്യക്തി പിന്നെ സ്മോക്ക് ചെയ്യണോ കള്ളു കുടിക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങള്. അത് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ചിലപ്പം മാറണം. അത് അത്രത്തോളം നമ്മൾ ഹൈലി എനർജറ്റിക് ആണെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള അതിശയങ്ങളൊക്കെ നടക്കത്തുള്ളൂ. നടക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, നടക്കും. പക്ഷെ അതായത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ ഒക്കെ സ്വാധീനം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വീട്ടിലുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങളുടെ ഫാമിലിയും ചുറ്റുമുള്ള ആൾക്കാരും എന്ത് ചെയ്യും, പരിവർത്തനം സംഭവിക്കും. അതായത് മുല്ലപ്പൂമ്പടി ഏറ്റി കിടക്കും കല്ലിനും ഉണ്ടാവും ഒരു സൗരഭ്യം എന്ന് പറയുന്നത് പോലെ നമ്മൾ മാറുന്നതനുസരിച്ച് ചുറ്റുമുള്ള വ്യക്തികളും ഓട്ടോമാറ്റിക്കലി മാറും. അതിന് കുറച്ച് ടൈം എടുക്കും. അത് അവരവരുടെ വാല്യൂസും അവരവരുടെ എനർജിയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. എല്ലാ വ്യക്തികൾക്കും അതുകൊണ്ടാണ് ഒരുപോലെ റിസൾട്ട് കിട്ടാതെ, ഒരുപോലെ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതായാലും ഈ പറയുന്ന മൈൻഡ് മാസ്റ്ററി ചെയ്തെന്ന് പറഞ്ഞാലും ആ അവരവരുടെ സോളിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ അവരവർ എത്രമാത്രമാണോ അതിനകത്ത് വേണ്ടിയിട്ട് സ്വന്തം ഇതിനെ എലിമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രാക്ടീസുകൾ ചെയ്യുന്നത്, അവർക്ക് പെട്ടെന്ന് റിസൾട്ടുകൾ കിട്ടും. ഓക്കെ, അതാണ് ഒരു പോയിന്റ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ സിറ്റുവേഷൻ ആയാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ സിറ്റുവേഷൻ ആയാലും അവരെങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. അവരെ തിരുത്താൻ പറയുമ്പോൾ ആർക്കും ഇഷ്ടമല്ല എന്ത്, അവരെ കുറ്റം പറയുന്നത്. ശരിയാണ്. നിങ്ങൾക്ക് നിങ്ങളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ആ സ്ഥലത്തോട്ട് പോവോ? നമുക്ക് എന്തായാലും ആ ഒരു കരട്, നമ്മുടെ അച്ഛനായാലും കൊള്ളാം, അമ്മയായാലും കൊള്ളാം, നമ്മളുടെ എത്ര ക്ലോസ് സർക്കിളിലുള്ള വ്യക്തികളാണെങ്കിലും നമ്മളെ കുറ്റം പറയുന്ന സമയത്ത് നമുക്ക് അവരോട് എന്തായാലും മാനസികമായിട്ട് ഒരു ഇത് കാണും. ഇതുപോലെയാണ് അവർക്കും. ഇപ്പൊ നമ്മൾ പറയുന്ന കുറ്റങ്ങളൊന്നും എന്ത് ചെയ്യരുത്, അവരെ ഹേർട്ട് ചെയ്യിക്കുന്നതാവരുത്. അതുപോലെ നമ്മളും എന്ത് ചെയ്യണം, നമുക്കിതേ പറ്റത്തുള്ളൂ, എനിക്കിത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്കിൽസ് കൂട്ടണം. നമ്മുടെ കറണ്ട് റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി പുതുതായിട്ട് എന്തെങ്കിലും പഠിച്ചെടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ സ്കിൽസ്, ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ ആ സംഭവം അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾ പറയുവാണ് നിങ്ങൾക്ക് ഭയങ്കര വണ്ണമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ആ വണ്ണത്തിനെ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വിഷമം തോന്നുന്നത്. മനസ്സിലായോ? അപ്പൊ അതായത് നമ്മൾക്കിപ്പോ വണ്ണമായിക്കോട്ടെ, നമുക്ക് നീളം കുറവായിക്കോട്ടെ, നമ്മളുടെ എല്ലാ നെഗറ്റീവ്സിനെയും നമ്മൾ അതുപോലെ അംഗീകരിക്കുക. അത് ഭയങ്കര ഒരു തിരിച്ചറിവാണ്. നമുക്ക് ഈ അക്സെപ്റ്റൻസ് ഇല്ലാത്തത് വരുമ്പോഴാണ് മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയുന്ന സമയത്ത് നമുക്ക് പിന്നെ ദേഷ്യവും കരച്ചിലും വിഷമവും ഒക്കെ വരുന്നതിന്റെ റീസൺ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ശരീരം ദൈവം തന്നതാണ്. അതിനെ നമ്മൾ ആവോളം സ്നേഹിക്കുക. അത് എങ്ങനെയായാലും, അത് വണ്ണം കുറവായിക്കോട്ടെ, നീളം കൂടുതലായിക്കോട്ടെ, ചിലപ്പം എന്തും ആയിക്കോട്ടെ, അതിനെ നമ്മൾ അതുപോലെ സ്വീകരിക്കുക. അതുപോലെ തന്നെ നമുക്കിപ്പോ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല, അതിനെ അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾക്ക് ആ സ്കിൽ ഡെവലപ്പ് ചെയ്യാമല്ലോ. നമ്മളിപ്പോ എല്ലാം ഇങ്ങ് പഠിച്ചോണ്ടൊന്നും അല്ലല്ലോ വന്നത്. ഓരോ പ്രാവശ്യവും നമ്മൾ 1-ാം ക്ലാസ്സിൽ ഒരു വർഷം ഇരുന്നു, 2-ാം ക്ലാസ്സിൽ വീണ്ടും ഒരു വർഷം ഇരുന്നു, ഓരോ ക്ലാസ്സിൽ ഒരു വർഷം ഇരുന്ന് പഠിച്ചല്ലേ നമ്മൾ ഇങ്ങനെ ആയത്.
അപ്പൊ അതുപോലെ എന്ത് വേണം, നമുക്ക് ഈ പറയുന്ന ഓരോ കാര്യങ്ങളെയും നമ്മൾക്ക് സ്കിൽസ് എത്ര പ്രായം കൂടിക്കഴിഞ്ഞാലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നമ്മൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളായാലും എന്തായാലും നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ അതിനെ പറ്റിയിട്ട് നമ്മൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കുറേയധികം ആൾക്കാർ ഇപ്പോഴും PG പഠിക്കാൻ പോയി, അല്ലാത്തത് പഠിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടില്ലേ. അപ്പൊ അവരെ കൊണ്ട്, അതായത് 10, 70, 75 വയസ്സുള്ള ആൾക്കാർക്ക് പോലും അതൊക്കെ പറ്റുമെങ്കിൽ നമ്മൾക്കും പറ്റും എന്നിട്ടുള്ള രീതിയിൽ വേണം. അത് നമ്മൾ വിചാരിക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുണ്ട് ഇവരുണ്ടെന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. പകരം എന്ത് വിചാരിക്കുക, നമ്മൾക്ക് എനിക്ക് ഞാനുണ്ട് എന്നത് മാത്രം മതി നമ്മൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. വേറെ ആരുടെയും അക്സെപ്റ്റൻസ് ആരും ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന ആ സബ് കോൺഷ്യസ് മൈൻഡ് ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരും മതി, നിങ്ങൾ മാത്രം മതി എന്ന കാര്യം ചെയ്യണം. ഈ സെൽഫ് ലവിന്റെ കാര്യം നമ്മൾ ഇതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് എന്തൊക്കെയാണ് സ്ട്രെങ്തൻ ആയിട്ടുള്ള ഏരിയാസ്. ഇപ്പൊ ഞാൻ പിന്നെ PSC പരീക്ഷ റിലേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് വളരെ ഈസി ആയിട്ട് പറ്റുന്നത്, നിങ്ങൾക്ക് ഏത് വരുമ്പോഴാണ് മാർക്ക് പോകുന്നത്, അങ്ങനെ പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതവുമായിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾസ് ഓറിയന്റ് ചെയ്തിട്ട് വേണമെങ്കിൽ പറയാം. അവിടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ പിന്നിലേക്ക് വയ്ക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണും. ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ കൂടുതൽ വരുന്നത്. പക്ഷെ നമ്മുടെ ഫോക്കസ് എപ്പോഴും എവിടെ ആയിരിക്കും, വീക്ക്നെസ്സിലോട്ടായിരിക്കും. എനിക്ക് അത് അറിയത്തില്ല, ഇത് അറിയത്തില്ല. നിങ്ങൾക്ക് എന്തറിയാം, ബാക്കി 1, 2 കാര്യങ്ങളായിരിക്കും അറിയാത്തത്. അത് നിങ്ങൾ പഠിച്ചെടുക്കുകയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ആകും, ഓട്ടോമാറ്റിക്കലി അതും അങ്ങ് ക്ലിയർ ആയി പോകുന്നതാണ്. സോ നിങ്ങൾക്ക് എന്തറിയണം, നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എവിടെയാണ് എന്നിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയണം. ആ വീക്ക്നെസ്സിൽ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആയിട്ട് മാറി നിങ്ങളുടെ മേഖലയിലേക്ക് മാറാൻ പറ്റുന്ന ഒരു ഗുണമാണ്. നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾക്ക് നമ്മുടെ ഏരിയാസ് ഏതൊക്കെയാണ്, നമ്മുടെ ഗോൾസുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾക്ക് കൃത്യമായിട്ടും പിന്നെന്താണ് ഒന്നുകൂടെ സ്കിൽസ് നേടേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി നിങ്ങളുടെ മൈൻഡിന് കൊടുക്കണം. വെറുതെ ഇങ്ങനെ മനസ്സിനകത്ത് ഒന്നും വ്യക്തമായിട്ടുള്ള റിട്ടേൺ ഗോൾസ് ഉണ്ടെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ആക്ഷൻസ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ഏരിയാസിനകത്താണ് നിങ്ങൾ ഇനിയും എന്ത് ചെയ്യേണ്ടത്, വർക്ക്ഔട്ട് ചെയ്യേണ്ടത് എന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത് ആയിട്ടുള്ള ഏരിയാസും മസ്റ്റ് ആയിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഗോൾസിനോടൊപ്പം തന്നെ നിങ്ങളത് എഴുതി വെച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, മനസ്സിന് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. നമ്മളിപ്പോ ഈ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ നമ്മൾ മൂവ് ചെയ്ത് നോക്കുമല്ലോ, ആ സ്ഥലം കറക്റ്റ് ആണോ, അവിടെ ഇനി പെട്രോൾ പമ്പ് ഉണ്ടോ, അതോ ഇനി അവിടെ ആണോ ഇത് എന്നൊക്കെ പറയുന്നത് പോലെ കുറച്ചുകൂടെ നമുക്ക് ക്ലാരിറ്റി കിട്ടുമ്പം എന്തായിരിക്കും, ആ ലക്ഷ്യം നമ്മൾക്ക് നേടാനുള്ള ടൈം കുറവായിരിക്കും വരുന്നത്. അതായത് ടൈം ഗ്യാപ്പ് നമുക്ക് അതായത് 1 വർഷം കൊണ്ട് നേടേണ്ട സംഭവമാണ് എങ്കിൽ നമ്മളുടെ ആക്ഷൻസും നമ്മൾക്ക് വ്യക്തമായിട്ടാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാറ്റലിസ്റ്റും ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, 6 മാസം കൊണ്ട് ആ ഗോൾ നേടിയെടുക്കാൻ പറ്റും. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ് നമ്മുടെ ലക്ഷ്യം സെറ്റ് ചെയ്ത് നമ്മുടെ വീക്കൻ ഏരിയാസും സ്ട്രെങ്തൻ ഏരിയാസും ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലക്ഷ്യം എത്രയും പെട്ടെന്ന് സാധിക്കാൻ പറ്റും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫിയർ ആണ് എന്നൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. ചില കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത സമയത്ത് അതിന് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് ഫിയർ എലിമിനേറ്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്കൊരു ഇരുട്ടിനെ പേടിയാണെന്ന് വിചാരിക്കാം. ആ ഇരുട്ടിനെ നിങ്ങളൊന്ന് തോപ്പിക്കുക. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3-4 പ്രാവശ്യം ഇരുട്ടിനകത്തോട് ഒന്ന് പോവുക. ആദ്യം പോകുമ്പോ ഇച്ചിരി പേടി കാണും, രണ്ടാമത് പോകുമ്പോ ആ 100 എന്നുള്ള പേടി എന്തായിട്ട് മാറും, 80. മൂന്നാമത്തെ പ്രാവശ്യം പോകുമ്പോ എന്താവും, 80 എന്നുള്ളത് 60 ആവും. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം പേടിയുള്ള കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുക. മനസ്സിലായോ? അതായത് നമ്മുടെ ലൈഫിൽ അത്യാവശ്യം നമുക്ക് ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ, അതായത് എന്നും പറഞ്ഞിട്ട് വലിയ ഈ വീഗാലാൻഡിലൊക്കെ പോയിട്ട് അതുവഴി ഇറങ്ങുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നമ്മൾക്ക് ആരും ഇല്ലെങ്കിലും നമ്മുടെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഡെയിലി ലൈഫിൽ നമ്മൾക്ക് ചില കാര്യങ്ങൾ പേടിയാണെന്ന് പറഞ്ഞിട്ട് ചിലർ വെക്കും, ചിലർ ഡ്രൈവിംഗ് പേടിയാണെന്ന് പറഞ്ഞ് നിൽക്കും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ അതിൽ നിന്നൊക്കെ പുതിയ രീതിയിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, അതായത് 2-3 പ്രാവശ്യം ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അപ്രോച്ച് ചെയ്യാനുള്ള പേടി നിങ്ങൾക്ക് കുറയും. ഇപ്പൊ മിക്കവാറും ആൾക്കാർക്ക് എന്ത് പേടിയാണ്, ഇരുട്ട് പേടിയാണ്. അപ്പൊ 2-3 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഇരുട്ടിൽ കൂടെ തന്നെ പോയി ആ ഇരുട്ടിനോടുള്ള പേടി, ആ ഇരുട്ടിനെ തോപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തൊന്നും ഇല്ലല്ലോ.
പ്രശ്നം തീർന്നില്ലേ? അപ്പൊ അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ നമ്മൾക്ക് പേടിയുള്ള കാര്യങ്ങൾ പേടിയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കത്തതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടി കഴിയുമ്പോൾ നമുക്കൊരു പേടിയില്ല. നമ്മൾ ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ നമുക്ക് കഴിയാൻ പറ്റും. എന്റെ കൂടെ എന്റെ ദൈവമുണ്ട്, എന്റെ യൂണിവേഴ്സ് ഉണ്ട് എന്നുള്ള ഒരു ശക്തി നമ്മൾ ഉള്ളിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ആ പേടി മാറത്തില്ലേ? ആ ഒരു രീതിയിലും എല്ലാം നമ്മൾ എന്ത് ചെയ്യാവുന്നതാണ്? ആ പേടിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. ധന്യറാം അപ്പോഴാണ് എസ് പറഞ്ഞത്. പിന്നെ ബുക്സിന്റെ കാര്യം പറഞ്ഞു. എപ്പോഴും സ്കിൽസ് ആർജിക്കണം. നമ്മുടെ എപ്പോഴും നമുക്ക് ഈ നല്ല നല്ല ആൾക്കാരുമായിട്ട്, നല്ല വൈബ്സ് ഉള്ള ആൾക്കാരുമായിട്ടായിരിക്കണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അപ്പൊ അത് നമ്മുടെ അയൽക്കാരാണെങ്കിലും നമ്മളുടെ കൂടെ ഉള്ള വ്യക്തികളാണെങ്കിലും എല്ലാം അതായത് ഗ്രോത്ത് മൈൻഡ് സെറ്റ്, അതായത് നമ്മളെക്കാൾ ഒരു പടി മുൻപിലുള്ള ആൾക്കാരുമായിട്ട് സഹകരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു 10 പേരുണ്ടെന്ന് വിചാരിച്ചു. ആ 10 പേരിൽ ഏറ്റവും ലോവർ ലെവൽ ആരായിരിക്കണം? നമ്മളായിരിക്കണം. നമ്മൾ ഒരിക്കലും ഒരു ഗ്രൂപ്പിൽ ടോപ്പ് ആവാൻ പാടില്ല. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ വളർച്ച മുരടിച്ചു എന്നാണ്. മനസ്സിലായോ? അതായത് ഒരു 10 പേരുണ്ടെങ്കിൽ ആ 10 പേരെടുക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും ലെവലിൽ താഴെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ ഒന്നും ചെയ്യേണ്ട. പക്ഷെ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് അവരെ പോലെ ആകാൻ പറ്റുന്നില്ലെന്നല്ല, അവരിൽ നിന്ന് എന്തൊക്കെ എനിക്ക് പഠിക്കാനുണ്ട്, എന്തുകൊണ്ടാണ് അവർ വലുതായത്, അങ്ങനത്തെ മൈൻഡ് സെറ്റ്, അതായത് നമ്മളുടെ ആ ഒരു ചിന്ത ഒന്ന് മാറ്റി കൊടുത്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ അവരിൽ ഒന്നാമനാകാൻ പറ്റും. പിന്നെ അവിടെ നിൽക്കരുത്, അടുത്ത സ്റ്റേജിലേക്ക് പൊക്കോണം. പിന്നെ അടുത്ത ലെവലിലേക്ക് പോയിട്ട്, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മളിപ്പോ 1 കോടി ഗ്രൂപ്പിൽ നിൽക്കുവാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കയ്യിൽ ഇപ്പൊ 10 ലക്ഷം രൂപയേ ഉള്ളൂ എങ്കിൽ അത് വേറൊരാൾക്ക് 20 ലക്ഷം ഉണ്ട്, വേറൊരാൾക്ക് 40 ലക്ഷം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 10 ലക്ഷം ഉള്ളവരായിരിക്കും ഏറ്റവും താഴെ നിൽക്കുന്നത്, 1 കോടി ഉള്ളവരായിരിക്കും ടോപ്പിൽ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴാണോ 1 കോടി രൂപ കിട്ടുന്നത് ആ ടൈമിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് 10 കോടിയിലേക്ക് ഉള്ള കാര്യത്തിലേക്ക് പോവുക. മനസ്സിലായോ? അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മളെക്കാളിലും ഗ്രോത്ത് മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുന്ന വ്യക്തികൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണോ സ്വീകരിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മളും നമ്മുടെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമ്മുടെ ലൈഫ് ഒരു ഗ്രോത്ത് ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ നമ്മൾക്ക് പണ്ട് നമ്മളെ ഇതെല്ലാം നമ്മുടെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന വളരെ തെറ്റാണ്. പാവങ്ങളോട് കരുണ വേണ്ട എന്നിട്ടല്ല ഞാൻ ഇവിടെ പറയുന്നതിന്റെ അർത്ഥം. പകരം എന്താണ്? നമ്മൾ വളർന്നുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഈ പാവങ്ങളെ ആയാലും സഹായിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അവരോട് നമുക്ക് എന്ത് മതി? എമ്പതി മതി. പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും എന്തായിരിക്കണം? നമ്മൾക്ക് നല്ല രീതിയിലേക്ക് പോവാൻ വേണ്ടിയിട്ടുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കണം നമ്മൾക്ക് വേണ്ടത്. നമ്മളിപ്പോ ചില ആൾക്കാർ പറയും, കൂടുതൽ പണം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ ഇങ്ങനെ പണം സമ്പാദിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് നിൽക്കും. അതൊക്കെ കേട്ട് വളരുന്ന ഫാമിലിയിൽ, പ്രത്യേകിച്ച് കൂട്ടുകുടുംബം പോലെയൊക്കെ അവസ്ഥയിലൊക്കെ ആണെങ്കിൽ അവരുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ രീതിയിൽ എത്രയൊക്കെ ഉണ്ടെങ്കിലും ഉയരാൻ പറ്റത്തില്ല. ആ ഒരു കൃത്യം പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ, ആ ഒരു കട്ട് ഓഫ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സ് മാറ്റുക. സറൗണ്ടിങ്സ് എന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും സഹകരിക്കുന്ന വ്യക്തികൾ എപ്പോഴും ഹൈ വൈബ്സ് ഉള്ളതും നമ്മളെക്കാൾ ഉയർന്ന വ്യക്തികളും ആയിരിക്കണം. അത് നമ്മൾ നോട്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓരോ പൊസിഷൻസ് എത്തുന്ന സമയത്തും നമ്മുടെ പല പല ബന്ധങ്ങളും നമ്മൾക്ക് കളയേണ്ടി വരുന്നതിന്റെ റീസൺ അതുകൊണ്ടാണ്. കാര്യം ഈ താഴെ നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? നമ്മളെ പിടിച്ച് അപ്പോട്ടേക്ക് വലിക്കാൻ വേണ്ടി ശ്രമിക്കും. നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അപ്പുറത്തെ ഗ്രൂപ്പിലേക്ക് പോകും. ഇതാണ് റിയാലിറ്റി സംഭവിക്കുന്നത്. അതിട്ട് പല ആൾക്കാരും പറയും അവർക്ക് പൈസ ആയപ്പോ അഹങ്കാരം. അല്ല, അവരുടെ മൈൻഡ് സെറ്റ് മാറ്റി അടുത്ത ലെവലിലേക്ക് മാറിയെങ്കിൽ മാത്രമേ അവർക്ക് ആ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഇസ് ദ റിയാലിറ്റി. എങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ എന്ത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ? ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും എന്തായിരിക്കും? പിന്നെ അവരുടെ കൺസെപ്റ്റിനനുസരിച്ച് മാത്രമേ, അവരുടെ പ്രോഗ്രാമിനനുസരിച്ച് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ സെയിം വൈബ്സ് ഉള്ള ആൾക്കാരുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് നമ്മൾ പറയുന്നത് ശരിയാണ്, അല്ലെങ്കിൽ അവർ പറയുന്നതാണ് ഇവർക്ക് ഇത്രയും കിട്ടിയപ്പോഴത്തേക്ക് ഇത്രയും അഹങ്കാരമാണ്, അങ്ങനെയൊക്കെ പറയുന്നതാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിചാരിക്കും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന്. നമ്മൾ സെൽഫ് ഡൗട്ട് അവിടെ ആയിരിക്കും. അപ്പൊ നമ്മുടെ വളർച്ചയെ അത് തിരിച്ചു ബാധിക്കും. സോ അങ്ങനെയുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ നിൽക്കുന്ന ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നോക്കണം. നമ്മളെക്കാൾ ഹൈ ലെവൽ ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സഹകരിക്കണം. ആ സഹകരിക്കുന്ന സമയത്ത് അവരിൽ നിന്നുള്ള നല്ല ഐഡിയാസ്, അവരെങ്ങനെയാണ് അതിലേക്ക് എത്തിയത് എന്നുള്ള ഐഡിയാസ് കോപ്പി ചെയ്ത്, അവര് 10 വർഷം കൊണ്ടാണ് എത്തിയതെങ്കിൽ നമ്മൾ 1 വർഷം കൊണ്ട് അത്രയും ലെവലിലേക്ക് എത്താൻ വേണ്ടിയുള്ള എനർജി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അവിടെ നിൽക്കുന്നത്. മനസ്സിലായല്ലോ? അത് അവരോട് കുശുമ്പല്ല വേണ്ടത്. അവര് 10 വർഷം കൊണ്ട് നേടിയ കാര്യങ്ങൾ നമ്മൾ 1 വർഷം കൊണ്ട് അവരുടെ സ്ട്രാറ്റജി കോപ്പി ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമ്മളൊരു ലെവലിൽ സ്റ്റക്ക് ആയി നിൽക്കരുത്.
അതായത് ഒരു ലക്ഷ്യം നമ്മൾക്ക് നേടി, അടുത്ത ലക്ഷ്യത്തിലേക്ക് അത് ചെയ്തു, അടുത്ത ലക്ഷ്യം കിട്ടിയിട്ട് അടുത്ത ലക്ഷ്യം, ഇങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫ് ടൈം എൻഡ് ചെയ്യുന്നിടം വരെ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കുന്നത് കൊണ്ട് എന്തുണ്ട് ഒരു അർത്ഥമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അല്ലാതെ നമുക്ക് മോക്ഷത്തിനും ഒന്നും അല്ലല്ലോ, മോക്ഷത്തിനൊന്നും അല്ലാതെ നമ്മള് പ്രത്യേകിച്ച് ഇങ്ങനെ മരിച്ച് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചത്. ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എൻജോയ് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് വരാൻ വേണ്ടിയിട്ടല്ലേ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം, അവരവരുടെ മൈൻഡ് സെറ്റ് മാറ്റിയെങ്കിൽ മാത്രമേ ഈ ലെവലിലേക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. സോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. പല ആൾക്കാരും ഒരു പരിധിയിൽ ഉയർന്നു കഴിയുമ്പോൾ അവർക്ക് പിന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ എന്താണ്, അവർ നെക്സ്റ്റ് ഗോൾസ് എന്ത് ചെയ്തിട്ടില്ല, സെറ്റ് ചെയ്തിട്ടില്ല. അതിനനുസരിച്ച് അവർ ഇപ്പൊ 1 കോടിയുടെ ആൾക്കാരാണ് എങ്കിൽ ആ 1 കോടിയിൽ നിൽക്കുന്ന വൈബുള്ള ആൾക്കാരുമായിട്ട് മാത്രമേ ഉള്ളൂ അവർക്ക് പിന്നെ കണക്ഷൻ വരുന്നത്. അവരിനി അടുത്തത് 10 കോടിയുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ സ്ട്രാറ്റജി ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് വളരാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതായത് 1 കോടിയുടെ 10 ഇരട്ടിയാണ് 10 കോടി എന്ന് പറയുന്നത്. ആ 10 കോടിയിലേക്ക് വളരണമെങ്കിൽ ആ 10 കോടിയുടെ പ്രോഗ്രാം എടുത്തിട്ടെങ്കിലേ നമുക്ക് വളരാൻ പറ്റത്തുള്ളൂ. നിൽക്കും. അതുകൊണ്ടാണ് ഒരു വളർച്ച എത്തിക്കഴിഞ്ഞാൽ ചില മരങ്ങളായാലും മുന്നോട്ട് വളരാൻ പറ്റാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വിശ്വസിക്കുക. ഇത് പലരും നമ്മളോട് പറയും, അല്ലെങ്കിൽ നമ്മൾ തന്നെ പലപ്പോഴും നമുക്ക് ഡൗട്ട് തോന്നും, ഇത് പറ്റുമോ, ഇത് പറ്റുമോ, ഇത് പറ്റുമോ. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും പറയാ ബിലീവ് ഇറ്റ് ഈസ് പോസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓട്ടോ സജഷൻസ് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക. അതായത് എനിക്കിത് പറ്റുന്നതാണ്, എനിക്കിത് പറ്റും, എനിക്കിത് പറ്റും. അതായത് നിന്റെ മനസ്സിൽ കാണാൻ നിനക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു ഡ്രീം ആയിട്ട് നിന്റെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് അത് റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. വേദങ്ങളായാലും ബൈബിൾ ആയാലും എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ടും നിന്നിൽ തന്നെ വിശ്വസിക്കണം. ഇത് വിജയിക്കാനുള്ള കാര്യമാണ്, നിനക്ക് ഇത് പറ്റും 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 എന്ന് നമ്മൾ എന്ത് ചെയ്യണം, സെൽഫ് മോട്ടിവേഷൻ നമ്മളെ തന്നെ കൂട്ടി കൊടുത്തോണ്ടിരിക്കണം. ഇനി അടുത്തൊരു മെത്തേഡാണ് ആക്ട് ആസ് ഇഫ്. അതായത് നമുക്ക് എന്ത് വരുന്നതിന് മുമ്പും അത് 100 പ്രാവശ്യമെങ്കിലും നമ്മൾ മിനിമം വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുപോകണം. എത്രമാത്രമാണോ ആ ഇന്റൻസിറ്റിയിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്തത് അത്രമാത്രം സ്പീഡിലായിരിക്കും ആ ഒരു കാര്യം നമ്മളിലേക്ക് വരുന്നത്. ചില ആൾക്കാർ ഇപ്പൊ ഒരു കാർ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. മാനിഫെസ്റ്റ് ചെയ്യുക മീൻസ് നമുക്ക് ഒരു കാർ വേണമെന്ന് വിചാരിക്കാം. അപ്പൊ ആ കാറിനകത്ത് നമ്മൾ ഇരിക്കുന്നതും പിന്നെ നമ്മൾ ആ ഒരു പിന്നെ അതിനകത്ത് പാട്ട് കേൾക്കുന്നതും പോകുന്നതും ടൂറുകൾ പോകുന്നതും എല്ലാം നമ്മളിങ്ങനെ മനസ്സിലും ഒരു പ്രാവശ്യമല്ല കാണേണ്ടത്. എത്രമാത്രമാണോ നമ്മൾക്ക് അതിന്റെ ഇന്റൻസിറ്റി പിന്നെ കൂട്ടി 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 കൊണ്ടുവരുന്നത് അതിനനുസരിച്ചിട്ടാണ് ആ സംഭവം നമ്മളിലേക്ക് വരുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് 1, 2, 3 പ്രാവശ്യം അല്ല വിഷ്വലൈസേഷൻ ചെയ്യുന്ന എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ ആ ഒരു പ്രവൃത്തി, ആ ഒരു കാർ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഏത് രീതിയിലായിരിക്കും പെരുമാറുന്നത്, ഏത് ഡ്രസ്സായിരിക്കും ഇടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അതുപോലെ നിങ്ങളെ മാനസികമായിട്ട് നിങ്ങളുടെ ഫിസിക്കൽ ലെവലിലും നിങ്ങൾ മാറ്റം വരണം. ഇനി ആ കാർ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഏത് കാർ പോർച്ചിലേക്കാണ് ഇടേണ്ടത്, ആ കാർ പോർച്ചിന്റെ ആ സൈഡെല്ലാം ഇതെല്ലാം നിങ്ങൾ ഭാവനയിൽ കാണാവുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് വിശ്വസിക്കുന്ന രീതിയിൽ പറ്റുന്നുണ്ടോ അതുപോലെ നിങ്ങൾ ആക്ട് ചെയ്യുക മാനസികമായിട്ട്. പല ആൾക്കാരും കണ്ടോ എന്നൊക്കെ വിചാരിക്കും, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, നമ്മുടെ ലൈഫിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിചാരിക്കുക. അപ്പൊ നമുക്ക് അപ്പുറം ഉള്ളവരെ ഇപ്പുറം ഉള്ളവർ നോക്കുന്നൊന്നും നമുക്ക് പ്രശ്നമായിട്ട് വരത്തില്ല. മനസ്സിലായോ? അതായത് നമ്മൾ നമ്മളോട് തന്നെ സംസാരിച്ചത്, അതായത് ഈ ലോകത്ത് നമ്മൾക്ക് ഒരു ടോപ്പസ്റ്റ് ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്, അവരെന്ത് വിചാരിക്കും, ഞാൻ ഇവിടെ വിഷം ബോർഡ് വെച്ചാൽ എന്ത് വിചാരിക്കും, ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളെ നമ്മൾ എടുത്തങ്ങ് മാറ്റണം. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ റിയാക്ട് ചെയ്യരുത്. മനസ്സിലായോ? റെസ്പോണ്ട് ചെയ്യുക, ഇറ്റ്സ് ഓക്കെ, സാരമില്ല, ഇത് ഇന്ന് ഇരുന്നോട്ടെ. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതൊക്കെ അപ്ലൈ ചെയ്തതാണ്. അപ്പൊ എന്നെ കുറെ ആൾക്കാരും എന്റെ വീട്ടുകാരും ഒക്കെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു, നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഈ കാറൊക്കെ ഇവിടെ ഒട്ടിച്ചു വെക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊന്നും നമ്മൾ നെവർ മൈൻഡ് ചെയ്യണ്ട. ഇപ്പൊ ആ ആൾക്കാർ പറയുന്നത് ഇത് ഇവിടെ വെച്ചാൽ മതിയോ അത് അവിടെ വെച്ചാൽ മതിയോ, ഇങ്ങനെയാണ് ആ ആൾക്കാരുടെ മാറ്റം. അപ്പൊ അതുകൊണ്ട് എന്താ, ഈ ഒരു കാര്യം നമുക്ക് സക്സസ് ആവുന്നിടം വരെയുള്ള ആൾക്കാർ നമ്മളെ കളിയാക്കുന്നത്, ആ കളിയാക്കൽ നമ്മളൊന്ന് സഹിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ആരുടെയും ഒരു പ്ലസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ആകെപ്പാടെ നമ്മുടെ മാത്രം സർട്ടിഫിക്കറ്റ് മതി ഈ സംഭവം ശരിയാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? എല്ലാവരുടെയും അപ്രൂവൽ കിട്ടിയിട്ട് ഒരു കാര്യവും ലോകത്ത് നടക്കത്തില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം.
ഇനി അടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും നിങ്ങൾ ഒരു അബൻഡൻസിലാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, വിഷ്വലൈസ് ചെയ്യണം. ആ ഒരു അതായത് എപ്പോഴും നമുക്ക് എന്തോ അതില്ല ഇതില്ല, എന്റെ കൊച്ചിന്റെ ഫീസ് അടയ്ക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ നൂറുകൂട്ടം ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. നമ്മുടെ ചിന്തകൾക്ക് അനുസരിച്ച് മാത്രമേ നമ്മുടെ ലൈഫ് ഉണ്ടായി വരത്തുള്ളൂ. സോ ഫോക്കസ് ഓൺ യുവർ തോട്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും വിചാരിക്കണം ഞാൻ ഭയങ്കര, അതായത് നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ ചിന്തിക്കണം. അപ്പൊ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അതായത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുവാണ് നിങ്ങൾക്ക് ഇപ്പം ഒരു സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ജോലി കിട്ടുവാണ്. ആ ജോലി കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ ലെവലിലേക്ക്, അതായത് നിങ്ങളുടെ ഫ്രീക്വൻസി ലെവൽ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ആ പോസ്റ്റ് കിട്ടി, ആ പോസ്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ജസ്റ്റ് അതായത് നമ്മൾ എന്തുവാ ചെയ്യുന്നത്, നമ്മളെ പോസ്റ്റ് കിട്ടുന്നത്, ആ കസേരയിൽ ഇരിക്കുന്നത്, ഇത് മാത്രമല്ല നമ്മൾ ചെയ്യത്തുള്ളൂ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. പകരം ആ വിഷ്വലൈസേഷനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുവരിക. ആ ഒരു ടൈമില് നിങ്ങൾ എന്ത് ചെയ്യും, അതായത് ഇപ്പം 10 ലക്ഷം രൂപ കിട്ടുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചു, 10 ലക്ഷം രൂപ മാനിഫെസ്റ്റ് ചെയ്യുക. ആ 10 ലക്ഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നല്ല, ആ ഒരു ടൈമിൽ നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും, നമ്മൾ ആ ഒരു ടൈമിൽ നിങ്ങളിപ്പം ആൾക്കാർ വരുന്ന സമയത്ത് അവരോട് നന്നായിട്ട് പെരുമാറുന്നു, അതുപോലെ തന്നെ ആ ഫയൽസ് എടുത്തു കൊടുക്കുന്നു, ഈ ഫയൽസ് എടുത്തു കൊടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൂടെ അതിനകത്ത് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന എന്തുവാ, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നു, നിങ്ങൾ രാവിലത്തെ ആ ജോലി ചെയ്യുന്നു, ഈ ജോലി ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ പഠിക്കുന്ന സമയത്തുള്ള വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് വരുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മൾ, അതായത് ഒരു വർഷം കഴിഞ്ഞ് നടക്കുന്ന സംഭവങ്ങൾക്കകത്ത് നിങ്ങൾ അവിടെ ഇരിക്കുന്ന പൊസിഷൻ അല്ല, നിങ്ങൾ ആൾക്കാരുമായിട്ട് എന്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഏത് ഫയലാണ് നോക്കുന്നത്, അങ്ങനെയുള്ള രീതിയിൽ കുറച്ചുകൂടെ ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉള്ള അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നിങ്ങൾ ആ ചിന്തകളെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്ത് വരത്തില്ല, റിജക്ഷൻസ് വരത്തില്ല. അതായത് ഇപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു പൊസിഷനിലാണ്, നിങ്ങൾ ഇങ്ങനെ ആൽഫ സ്റ്റേജിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യും, അതിനനുസരിച്ചുള്ള ഹോർമോൺസ്, അതായത് നമ്മുടെ ഒരു ഇമോഷൻ ഒന്ന് മാറുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ലക്ഷക്കണക്കിന് കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബയോളജിക്കലി. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ പറയുന്ന ഓരോ ഇമോഷൻസിനനുസരിച്ചും നമ്മളുടെ ആ പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് അനുസരിച്ച് നമ്മളുടെ ഓരോ ബ്ലൂ പ്രിന്റിനെയും നമ്മളുടെ DNA വരെ മാറ്റാനുള്ള കഴിവ് എന്തിനുണ്ട്, നമ്മളുടെ ഇമാജിനേഷനും നമ്മളുടെ ഇമോഷനും എല്ലാത്തിനും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഫോക്കസ് അതോടെ ആ ഒരു രീതിയിലൂടെ ചെയ്യാവുന്നതാണ്. എനിക്കത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നിട്ടുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അത് കിട്ടുന്നു എന്നിട്ടല്ല, അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. അതായത് വൈബ്രേഷണൽ ഫ്രീക്വൻസി എല്ലാവരും പറയുമല്ലോ, ആ ഫ്രീക്വൻസിയോടൊപ്പം ഒക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ആ ഫ്രീക്വൻസിയിൽ നിങ്ങൾ അങ്ങ് ചിന്തിക്കാൻ പഠിക്കുക. മനസ്സിലായോ? അത് കിട്ടുന്ന ആ ഒരു സ്റ്റെപ്പ് വിട്ടിട്ട് കിട്ടിക്കഴിയുമ്പം നിങ്ങൾ എന്തൊക്കെ ആൾക്കാരോട് ചെയ്യുന്നു, അതായത് ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നത് പോലെ ആ ഒരു ടൈമിൽ നിങ്ങൾ നോക്കുന്ന ഫയലും ഇന്ന ഫയൽ നോക്കണമെന്ന് സാറ് പറയുന്നതും അവിടുത്തെ ഹെഡ് ഓഫീസിൽ സാറ് വിളിക്കുന്നതും ഇതൊക്കെ ചുമ്മാ നമ്മൾ കാണുക. പിന്നെ ചെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും, ദൈവമേ ഇത് തന്നെ ആണല്ലോ ഞാൻ അന്ന് എന്റെ മനസ്സിൽ കണ്ട ഓഫീസ് എന്ന് നിങ്ങൾ പോലും അതിശയിച്ചു പോകും. സെയിം സംഭവങ്ങളായിരിക്കും അവിടെ സംഭവിക്കുന്നത്. മനസ്സിലായോ? ദാറ്റ് ഇസ് ദ റിയാലിറ്റി. ഞാൻ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ 100% വിശ്വസിക്കാം, നോ പ്രോബ്ലം. ഇനിയും എന്താണ്, എപ്പോഴും നിങ്ങൾ ഒരു ഗുഡ് മോഡിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ എപ്പോഴും നിങ്ങൾക്ക് ഡൗൺ ആവുന്ന സമയത്ത് പറയണം, എനിക്ക് കുറേയധികം ആൾക്കാരെ ഇങ്ങനെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, കുറേയധികം ആൾക്കാരെ എനിക്ക് അല്ലെങ്കിൽ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ട്. സോ എനിക്ക് എന്റേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. സോ എന്ത് ചെയ്യേണ്ടതാണ്, ആ ഒരു കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും തളർന്നിരിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ നമ്മളെ തന്നെ അഷ്യൂർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കൃത്യമായിട്ട്, അതായത് ഇന്ന് 7 മണിക്ക് എഴുന്നേക്കുവാണെങ്കിൽ നാളെ 7 മണിക്ക് എഴുന്നേക്കുക. കൃത്യമായിട്ട് ഒരു ഡിസിപ്ലിൻ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ വേറെ ലെവലിലേക്ക് അങ്ങ് മാറും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഒക്കെ കൃത്യമായിട്ട് തന്നെ കൊണ്ടുവരണം. മെന്റലി ഫിസിക്കലി എല്ലാം കൃത്യമായിട്ട് ഒരു അടുക്കും ചിട്ടയും ഒക്കെ കൊണ്ടുവന്ന്, എങ്ങനെയാണ് നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് അതേ ഡ്യൂട്ടീസ് ഒക്കെ തന്നെ നിങ്ങൾ ഇപ്പോഴും ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ആ ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ പ്രപഞ്ചം കൊണ്ട് തരുന്നതല്ല, നമ്മുടെ ആക്ഷൻസ് വഴിയിട്ട് ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നതാണ്. മനസ്സിലായോ? അപ്പൊ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്.
പിന്നെന്താണ്, എനിക്ക് ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് വീണ്ടും വീണ്ടും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത്, അതായത് മോട്ടിവേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾക്കൊരു കാര്യം നേടണമെങ്കിൽ 100% അതുമായി ബന്ധപ്പെട്ട മോട്ടിവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ, മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അരിയെടുത്ത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താവത്തില്ല, ചോറാവത്തില്ല. അതിനടിയിൽ തീ ഉണ്ടെങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ, ചോറാവത്തുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ്. നമ്മൾക്കൊരു ഗോൾ ഉണ്ട് എങ്കിൽ അത് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ധനമാണ് ഈ മോട്ടിവേഷൻ, അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ബുക്ക്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജിയിൽ പിടിച്ചു നിർത്താൻ പറ്റിയിരിക്കുന്ന സംഭവങ്ങളാണ് ഏതെന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ ഒരു സെൽഫ് ബിലീഫ് ആയാലും സെൽഫായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിലും എല്ലാം എന്ത് വേണം, നമ്മൾക്ക് അതുമായി ബന്ധപ്പെട്ട നമ്മുടെ എനർജിയെ ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങൾ വേണം നമ്മൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ്, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം നെഗറ്റീവാണ്, നമ്മളെ പിടിച്ച് താഴെ ഇടാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഇഷ്ടമല്ല ആരും ഒരു പരിധിയിൽ കൂടുതൽ ഉയരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ആ സറൗണ്ടിങ്സിൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മൾക്ക് ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്ത് ഇതെനിക്ക് നേടാൻ പറ്റും. ഓരോ നിമിഷവും നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആയാലും ഒരു ഗോൾസ് നമ്മൾ ചെയ്താലും നമ്മളുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ നെഗറ്റീവ് ശക്തികൾ പറയും നിനക്കിത് കിട്ടത്തില്ല, നിനക്കൊരു ചാൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് സെൽഫ് ഡൗട്ട് തോന്നിക്കും. പക്ഷെ അന്നേരവും പറയണം, ഇല്ല ഇതെനിക്ക് കിട്ടിയേ പറ്റും, ഇതെനിക്ക് കിട്ടുന്നതാണ്, ഞാൻ അതിന് വേണ്ടിയിട്ട് വർക്ക്ഔട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് 10 പ്രാവശ്യം അങ്ങ് പറഞ്ഞ് അതിനെ അങ്ങ് അടിച്ചമർത്തണം. ഓക്കെ, അപ്പൊ ശരി, എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.